സമസ്ത വേദിയിലെത്തിയിരിക്കുന്ന രമേശ് ചെന്നിത്തല ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ പങ്കെടുക്കുകയാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെ വേദിയിലുണ്ട്. വിപിൻ സി വിജയനുണ്ട് വിശദാംശങ്ങളുമായി. ഇപ്പോൾ വിപിൻ, അങ്ങനെ രമേശ് ചെന്നിത്തല സമസ്ത വേദിയിലേക്കും എത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ വിപിൻ? ഉന്മേഷ്, ചടങ്ങ് ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ രമേശ് ചെന്നിത്തല ഈ ഗരീബ് നവാസ് എന്നുള്ള സെക്ഷൻ ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ MK മുനീർ സംസാരിക്കുകയാണ്. വേദിയിൽ ലീഗിന്റെ നേതാക്കളുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളും ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. ഒപ്പം തന്നെ സമസ്തയുടെ പണ്ഡിതന്മാരുണ്ട്. ഈ സെക്ഷൻ ഇപ്പോൾ നടക്കുകയാണ്. ഇത് ജാമിയ നൂരിയയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് ഉള്ള പരിപാടിയാണ്. ഇത് സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനം കൂടിയാണ്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ അത് പരിപാടി എന്നതിനപ്പുറം അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. രമേശ് ചെന്നിത്തല NSSന്റെയും SNDPയുടെയും പിന്തുണ ഇതിനോടകം തന്നെ ഉറപ്പിച്ചിരുന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷം NSSന്റെ പരിപാടിയിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നു. അതിനുശേഷം ഇപ്പോൾ സമസ്തയുടെ പരിപാടിയിലേക്കും എത്തിയിരിക്കുകയാണ്. ലീഗിന്റെ ഒരു സ്വീകാര്യത കൂടി ഉറപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ പരിപാടിയിലേക്ക് എത്തിയിരിക്കുന്നത്. ജാമ്യയിലേക്ക് രമേശ് ചെന്നിത്തല എത്തിയിരിക്കുന്നത്. തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു KMCC നേതാവിന്റെ വീട്ടിൽ വെച്ചാണ് സാദിഖ് അലി തങ്ങളുമായും പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും രമേശ് ചെന്നിത്തല ചർച്ച നടത്തിയത്. രമേശ് ചെന്നിത്തലയുടെ ആവശ്യപ്രകാരം, താല്പര്യപ്രകാരമായിരുന്നു കൂടിക്കാഴ്ച എന്നാണ് പുറത്തുവരുന്ന വിവരം. അപ്പോൾ രമേശ് ചെന്നിത്തല എന്ത് പറയുന്നു എന്നുള്ളതും വളരെ പ്രാധാന്യമാണ്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ചർച്ചയെക്കുറിച്ചൊന്നും ഇപ്പോൾ അല്ല പറയേണ്ടത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഓരോ ഘടകകക്ഷികളുടെയും പ്രധാനപ്പെട്ട സാമുദായിക നേതാക്കളുടെയും ഒക്കെ ഒരു പിന്തുണ ഉറപ്പിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ രമേശ് ചെന്നിത്തല ചെയ്യുന്നത്. രമേശ് ചെന്നിത്തലയെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു കോലിളക്കം തന്നെ കോൺഗ്രസിൽ നടക്കുന്നു. അതിന്റെ ഭാഗമായി ഇപ്പോൾ സമസ്തയുടെ വേദിയിൽ രമേശ് ചെന്നിത്തല എത്തിയിരിക്കുന്നു. അതിന്റെ പരിപാടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഉന്മേഷ്, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.